മലയാളത്തിലെ നമ്മളെ ടൈമിൻ്റെ അറബിക് ലെറ്റർ പഠന ക്ലാസ്സിൻ്റെ അവസാന സെഷനാണ്. ഇതിൽ നമുക്ക് 4-5 അക്ഷരങ്ങളെ പഠിക്കാനുള്ളൂ. അക്ഷരമാണ് ലാമാണ് നമ്മൾ കഴിഞ്ഞതിൽ ലാസ്റ്റ് പഠിച്ചത്. ഇത് മീം. ഏതാണ്? മീമാണ്. അപ്പോൾ മീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറബികൾ മീമ് ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന്. ഓക്കെ, അപ്പോൾ മീം എന്നാണ് പറയുക. മീം മലയാളത്തിൽ നമ്മൾ മ എന്നുള്ള അക്ഷരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഫതഹാണ് ഇടുന്നതെങ്കിൽ എന്താ അക്ഷരം വായിക്കുക? മ. ഏതാണ്? മ. ഇനിയോ കെസ്റിട്ടാലോ അടിയിലാണ് വരാമെങ്കിൽ മീ എന്ന് വായിക്കും. എന്താണ്? മീ. മ മീ. ഇനി ലൊമ്മിട്ടാലോ? ലൊമ്മാണ് ഇടുന്നതെങ്കിൽ മു എന്ന് വായിക്കും. ഓക്കെ, മു. ഇനി സുക്കൂനാണെന്നെങ്കിലോ മ എന്ന് വായിക്കും. മ. അപ്പോൾ മ മീ മു മ. ഓക്കെ, അടുത്ത ഒരു അക്ഷരമാണ് നൂൻ. നൂൻ എന്നാ പറയുക കേട്ടോ. നൂൻ. ഓക്കെ, നൂൻ. ഈ നൂനിന് നമ്മൾ ഫതഹാണ് ഇടുന്നെങ്കിൽ ന എന്ന് വായിക്കും. മലയാളത്തിലെ ഈ ന 2 തരത്തിൽ ഉപയോഗിക്കാം. ന എന്നും ഉപയോഗിക്കാറുണ്ട്, ന എന്നും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അറബിയിൽ ന എന്ന് മാത്രമേ ഉള്ളൂ. കെസ്റിട്ടാലോ നീ. ഇനി ലൊമ്മിട്ടാലോ നു. സുക്കൂനാടുന്നെങ്കിലോ ന്. അപ്പം ന നീ നു ന്. അടുത്ത അക്ഷരം ഏതാണ്? അടുത്ത അക്ഷരം വാവ്. വാവ് നമ്മൾ മലയാളത്തിലെ വ. ഫതഹിട്ടാൽ വാ. കെസ്റാണെന്നെങ്കിലോ വി. ലൊമ്മിട്ടാല് വു. സുക്കൂനിട്ടാല് വ്. വാ വി വു വ്. ഇതെങ്ങനെ എഴുതാന്നറിയില്ലേ? ഇങ്ങനെ നമ്മൾ കാഫ് എഴുതിയിരുന്നല്ലോ. കാഫിൻ്റെ ഒരു പകുതിയും പകുതി. കാഫിൻ്റെ പകുതിയാണ് കേട്ടോ. ഓക്കെ, കാഫ് എങ്ങനെ എഴുതിയത്? വേണ്ട, കാ. ഈ കാഫിൻ്റെ ഒരു പകുതി. വാ. അടുത്ത അക്ഷരമാണ് ഹ. ഏതാണ്? ഹ. മലയാളത്തിലെ ഹ. നോക്കുക, ഫതഹിട്ടാല് ഹ. കെസ്റിട്ടാല് ഹി. ലൊമ്മിട്ടാല് ഹു. സുക്കൂനിട്ടാലോ ഹ്. ഹ. പറഞ്ഞേ. ഹി ഹു ഹ്. ഹ ഹി ഹു ഹ്. ഇനിയാണ് യ. ഏതാണ്? യ. ഓക്കെ, യ എന്ന് മലയാളത്തിൽ ഇങ്ങനെ നമ്മൾ എഴുതും. ഫതഹിട്ടാല് യ. കെസ്റിട്ടാല് ഈ. ലൊമ്മിട്ടാല് യു. സുക്കൂനിട്ടാല് യ്. അപ്പോൾ യ ഇ യു യ്. ഇപ്പോൾ അറബിയിലെ അവസാനത്തെ അക്ഷരവും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ 28 അക്ഷരമാണ് അറബിയിൽ ഉള്ളത്. അപ്പം എന്ത് ചെയ്യണം? ഇത് നമ്മൾ പഠിക്കണം. ഇനി ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എങ്ങനെ കൂട്ടി എഴുതുമ്പോൾ ചില അക്ഷരങ്ങൾ, ഇപ്പോൾ യാ കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതൂല. അതുപോലെ തന്നെ ലാമ് കൂട്ടി എഴുതുമ്പോൾ അങ്ങനെ എഴുതൂല. നടുവിൽ ലാമ് വരുമ്പോൾ ഒക്കെ അത് മാറും. അതുപോലെ എന്താണ് ഐന് എങ്ങനെ എഴുതാം, ഹാ എങ്ങനെ എഴുതാം, ഹോ എങ്ങനെ എഴുതാം, അതാണ് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ, അടുത്ത നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ഷെയർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക. അറബി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിലേക്കൊക്കെ പോകണമെങ്കിൽ ഏറ്റവും നല്ല ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക, അക്ഷരങ്ങൾ പഠിക്കുക, ബാക്കിയുള്ള എപ്പിസോഡുകളും കാണുക. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഒരു ബ്രേക്ക്. ഓക്കെ.